ഇത്തവണ ശിവരാത്രിക്ക് ഞാൻ 3 ദിവസമാട്ടോ വ്രതം എടുത്തത്. 14, 15, 16. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ദിവസം. അതിൽ കൂടുതൽ വ്രതം എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇതിൽ 14ഉം 16ഉം ദിവസങ്ങളിൽ ഞാൻ ജസ്റ്റ് നോൺ വെജ് അവോയ്ഡ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ 15-ാം തീയതി ഞാൻ ഒരു നേരെ അരിയാഹാരം കഴിച്ചിട്ടുള്ളൂ. ബാക്കി സമയം വെള്ളവും പിന്നെ അത്യാവശ്യമുള്ള സമയത്ത് ഞാൻ ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ട്. പിന്നെ 15-ാം തീയതി ഫുള്ള് ഞങ്ങൾ ഉറക്കൊളക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞ് ഇതുവരെ അമ്പലത്തിൽ പോയി ഉറക്കൊളച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ശ്രീലങ്കൻ ടെമ്പിൾ ഉണ്ട്. അങ്ങനെ ഞാനും സുകന്യ ചേച്ചിയും കൂടെ ഇത്തവണ അവിടെ പോയി ഉറക്കൊളയ്ക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി അമ്പലത്തിലൊക്കെ തൊഴുകയൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നു. അപ്പോൾ അമ്പലത്തിൽ രാത്രി മുതൽ രാവിലെ വരെ കണ്ടിന്യൂസ് പൂജകളും ഭജൻസും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ ടി വി ഒക്കെ കണ്ടിരുന്ന് ഉറക്കൊളച്ചിട്ട് കാര്യമില്ല എന്നാട്ടോ പറയുന്നത്. അപ്പം നമ്മൾ ആ ഉറക്കൊളയ്ക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു സ്പിരിച്വൽ എൻവയോൺമെൻറ്റിലായിരിക്കണം. അപ്പം തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ ഉറക്കൊളച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, നല്ല കുറച്ച് സമയമായിരുന്നു ഞങ്ങൾക്കത് കിട്ടിയത്. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇത്തവണത്തെ ശിവരാത്രി ഞാൻ ഓസ്ട്രേലിയയിൽ ആഘോഷിച്ചത്.